2024 അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു അധ്യയന വർഷം കൂടി ഇവിടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു വരികയാണ്. മാർച്ച് മാസത്തോടെ പൊതുപരീക്ഷകൾ എത്തുന്നു. പ്രത്യേകിച്ച് +2 വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പൊതുപരീക്ഷകൾക്ക് ശേഷം അവർ അടുത്ത കരിയർ സ്റ്റെപ്പ് എടുക്കുകയാണ് അല്ലെ. അതായത് പല കുട്ടികളും പ്രൊഫഷണൽ കോഴ്സുകൾ, നേഴ്സിംഗ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ കോഴ്സുകൾക്ക് തയ്യാറെടുക്കുന്നവരുണ്ടാകാം, ഡിഗ്രി കോഴ്സുകൾക്ക് പോകുന്നവരുണ്ടാകാം, ഡിപ്ലോമയാകാം. അങ്ങനെ വിവിധങ്ങളായ കോഴ്സുകളിലേക്ക് അല്ലെങ്കിൽ തങ്ങളുടെ കരിയർ പാത്തുകളിലേക്ക് കടക്കുന്ന സമയമാണ് ഇനി +2 വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ വരാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ, നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ വിദ്യാർത്ഥികൾ +2 ശേഷം പോകുന്ന ഒരു കോഴ്സാണ് ഡിഗ്രി കോഴ്സ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ BA, BSc, BCom അല്ലെങ്കിൽ BCA, BBA പോലെയുള്ള ഡിഗ്രി കോഴ്സുകൾക്ക് ഒരുപാട് കുട്ടികൾ പോവാറുണ്ട്. ഡിഗ്രി കോഴ്സ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഓരോ വിദ്യാർത്ഥിയും രക്ഷിതാവും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പങ്കുവെക്കുക. നമുക്കതിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ കൂടുതൽ എഡ്യൂക്കേഷണൽ അപ്ഡേറ്റുകൾക്ക്, അതോടൊപ്പം തന്നെ ജോലി സംബന്ധമായ അപ്ഡേറ്റുകൾക്ക് ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷണൽ, അതോടൊപ്പം തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങൾ, ടെക്നിക്കൽ വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ്. കൂടാതെ നമുക്ക് വെബ്സൈറ്റ്, ഇൻസ്റ്റഗ്രാം, അതോടൊപ്പം തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. എല്ലാ ലിങ്കുകളും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ചേർക്കുന്നു. നമുക്ക് ഈ വർഷത്തെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കടക്കാം. +2 റിസൾട്ട് വന്നതിന് ശേഷമാണ് നമ്മളിൽ പലരും ഈ അഡ്മിഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിനെ കുറിച്ച് ചിന്തിക്കുകയും അതിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, +2 റിസൾട്ടിന് മുമ്പ് തന്നെ നിങ്ങൾ ഏത് കോളേജിലാണ് പഠിക്കാൻ പോവുക, അല്ലെങ്കിൽ ഏത് കാറ്റഗറി കോളേജിലാണ് പഠിക്കാൻ പോകുന്നത്, ഏത് കോഴ്സൊക്കെയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഒരു ധാരണ നേരത്തെ തന്നെ ഉണ്ടാകുന്നതാണ് നമുക്ക് കരിയർ ആ ഒരു പാത്ത് കൂടുതൽ ക്ലിയർ ആക്കാൻ ഏറ്റവും നല്ലത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമുക്കറിയാം +2 റിസൾട്ട് വന്നതിന് ശേഷം നമ്മുടെ യൂണിവേഴ്സിറ്റികൾ അല്ലെ, കേരളത്തിലെ പ്രധാനപ്പെട്ട MG, കേരള, കണ്ണൂർ, കാലിക്കറ്റ് പോലെയുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. ദെൻ നമുക്ക് KTU ഉണ്ട്. എനിവേ ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും അവരുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ നോട്ടിഫിക്കേഷൻ വരികയും തുടർന്ന് ഒരു സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്, അതായത് ക്യാപ്പ് എന്ന് പറയും, സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ് വഴി നമുക്ക് രജിസ്ട്രേഷൻ നടത്താനും പിന്നീട് അലോട്ട്മെന്റ്, അഡ്മിഷൻ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതേക്കുറിച്ചൊക്കെ ഒരുമാതിരി എല്ലാ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഏറെക്കുറെ ധാരണ ഉണ്ടാകും. ഓക്കെ, അത് ഓരോ യൂണിവേഴ്സിറ്റികളുടെയും അഡ്മിഷൻ കാര്യങ്ങൾ ഏറെക്കുറെ സെയിം പ്രൊസീജിയർ ഒക്കെയാണ് പോകുന്നത്. സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ് എന്ന രീതിയിലാണ്. അതായത് ആ ഒരു യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കോളേജുകളിലേക്കുമുള്ള അലോട്ട്മെന്റ്, മാനേജ്മെന്റ് കോട്ട ഒഴികെ വരുന്ന മറ്റെല്ലാ കോളേജുകളിലേക്കുമുള്ള അലോട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ്. സെൻട്രലൈസ്ഡ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ പോവുക. ഓൺലൈനായിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. കോളേജ് കോഴ്സ് ഓപ്ഷനുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിന്റെ ബേസിസിലാണ് നമ്മുടെ മാർക്ക്, ഇൻഡെക്സ് മാർക്കൊക്കെ പരിഗണിച്ച് നമുക്ക് അലോട്ട്മെന്റ് കിട്ടുന്നത്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ യൂണിവേഴ്സിറ്റികളുടെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കോളേജുകളുടെ ഒരു വിഭാഗമുണ്ട്. അത് ഈ ഒരു സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ ഭാഗമല്ല എന്ന കാര്യം പല വിദ്യാർത്ഥികൾക്കും മറന്നു പോകാറുണ്ട്. അതേക്കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് പറയുന്നത്. ശ്രദ്ധിക്കുക. നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് UGC സ്വയംഭരണ പദവി നൽകാറുണ്ട്. ഓട്ടോണമസ് എന്ന് പറയും, സ്വയംഭരണം. അതായത് നമുക്കറിയാം ഒരു യൂണിവേഴ്സിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുക, അവർക്ക് ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ ആ കോഴ്സ് പഠിക്കാനുള്ള സിലബസ് ഡിഫൈൻ ചെയ്യുക, അത് കോളേജുകൾക്ക് ആ സിലബസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, കുട്ടികളെ അത് പഠിപ്പിക്കുക, പരീക്ഷയ്ക്ക് വേണ്ടി ഷെഡ്യൂൾ ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുക, വാല്യുവേഷൻ നടത്തുക, അതുപോലെ തന്നെ പ്രാക്ടിക്കല്, പ്രൊജക്ട് കാര്യങ്ങളൊക്കെ വാല്യൂ ചെയ്യുക, അതിനുശേഷം സമയബന്ധിതമായിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യുക, ഡിഗ്രി അവാർഡ് ചെയ്യുക. ഇതൊക്കെയാണ് ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രൈമറി വർക്കിംഗ് എന്ന് പറയുന്നത് അല്ലെ. ഈ വർക്കിങ്ങിന്റെ ഒരു ഭാഗം, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, യൂണിവേഴ്സിറ്റികൾ എന്തൊക്കെയാണോ ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ ഒരു പരിധി വരെ ചെയ്യാനുള്ള അധികാരം കോളേജുകൾക്ക് തന്നെ കൊടുക്കുന്നതാണ് സ്വയംഭരണ കോളേജുകൾ എന്ന് പറയുന്നത്. അതായത് യൂണിവേഴ്സിറ്റികൾ ചെയ്യുന്നത് പോലെ തന്നെ സിലബസ് പ്രിപ്പയർ ചെയ്യാം, എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ ഇടാം, അതുപോലെ തന്നെ എക്സാം വാല്യൂ ചെയ്യാം, അത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് എക്സാം കണ്ടക്ട് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കോളേജുകൾക്ക് സ്വയം ഭരണം, അവർക്ക് സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള റൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓട്ടോണമസ് അല്ലെങ്കിൽ സ്വയംഭരണ കോളേജുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, എല്ലാ കോളേജുകൾക്കും ഈ ഒരു പദവി ഇല്ല. അതായത് ഇത്രയും കാര്യങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി ചെയ്യുന്ന അത്രയും കാര്യങ്ങൾ സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള
നല്ല മികച്ച നിലവാരം പുലർത്തുന്ന, നമുക്കറിയാം നാക്ക് അതോടൊപ്പം തന്നെ NBA അക്രഡിറ്റേഷനുകളിൽ മികച്ച പോയിന്റുള്ള നല്ല വിദ്യാലയങ്ങൾക്ക്, നല്ല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു പദവി കിട്ടുന്നത്. അഡ്മിഷൻ മുതൽ അവിടെ മുതൽ എല്ലാ കാര്യങ്ങളും ആ കോളേജ് തനിയാണ് ചെയ്യുന്നത്. പക്ഷേ പ്രവർത്തിക്കുന്നത് ഒരു യൂണിവേഴ്സിറ്റി അണ്ടറിലായിരിക്കും എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. കോളേജിന് ഇത്തരം അധികാരങ്ങൾ കിട്ടുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ആ ഒരു സ്ഥാപനത്തിന് ഉണ്ടാവണം. സോ അതിനുവേണ്ടി നാക്ക് അതോടൊപ്പം തന്നെ NBA അക്രഡിറ്റേഷൻ റാങ്കിങ് മാതിരി കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല കുറേയേറെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ക്രൈറ്റീരിയസ് ഉണ്ട്. ഇതൊക്കെ മീറ്റ് ചെയ്യുന്ന മികച്ച സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന പദവിയാണ് ഓട്ടോണോമസ് പദവി എന്ന് പറയുന്നത്. സോ ഇത്തരം കോളേജുകളുടെ അഡ്മിഷൻ എന്ന് പറയുന്നത് അത് അതാത് കോളേജുകൾ തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പിനകത്ത് ഈ കോളേജുകളുടെ ലിസ്റ്റോ അല്ലെങ്കിൽ അവിടുത്തെ കോഴ്സുകളോ ഉണ്ടാവാറില്ല. പലപ്പോഴും കുട്ടികൾ ഈ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്സിന് അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്താണ് ഈ കാര്യം പലരും മനസ്സിലാക്കുന്നത്. അവരാഗ്രഹിക്കുന്ന നല്ല ഒരു കോളേജ് ഓട്ടോമാറ്റിക്കലി എല്ലാ ഓട്ടോണമസ് കോളേജുകളും മികച്ച കോളേജുകളായിരിക്കും. അവർ അക്കാദമിക തലത്തിലും എല്ലാ രീതിയിലും നല്ല ഓൾറൗണ്ടേഴ്സ് ആയിരിക്കും. മികച്ച കോളേജുകൾക്ക് മാത്രമാണ് ഈ ഒരു പദവി കിട്ടുന്നത്. സോ അങ്ങനെ പഠിക്കാൻ, അങ്ങനെ നല്ല കോളേജുകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന പലരും അലോട്ട്മെന്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴാണ് അറിയുന്നത് ഈ ലിസ്റ്റിൽ തങ്ങൾ ആഗ്രഹിക്കുന്ന ആ കോളേജ് ഇല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ കാലക്കൂട്ടി ഇങ്ങനെ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഓട്ടോണമസ് കോളേജുകളിലെ അഡ്മിഷൻ പ്രൊസീജിയർ അതാത് കോളേജുകൾ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളൊരു ഓട്ടോണമസ് കോളേജിലാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതാത് കോളേജുകളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. അവിടെ ആ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാകും. അതായത് നമ്മുടെ ക്യാപ്പ് കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ, പ്ലസ് ടു റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയറിനെ കുറിച്ച് ഒരു ധാരണ കിട്ടാൻ സാധിക്കും. മോസ്റ്റ് പ്രോബബിളി എല്ലാ ഓട്ടോണമസ് കോളേജുകളും അവരുടെ വെബ്സൈറ്റ് മുഖേന തന്നെയാണ് അഡ്മിഷൻ പ്രൊസീജിയർ നടത്തുന്നത്. അതായത് കോളേജിന്റെ വെബ്സൈറ്റിൽ കയറി ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുക, കോഴ്സ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക, ദെൻ കോളേജ് തന്നെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ അലോട്ട്മെന്റ് നടത്തി അഡ്മിഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, പല മികച്ച കോളേജുകൾ, നമ്മുടെ സംസ്ഥാനത്തെ ടോപ്പ് കാറ്റഗറിയിൽ വരുന്ന പല കോളേജുകളും, എഞ്ചിനീയറിംഗ് കോളേജുകളും അതോടൊപ്പം തന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും നിങ്ങൾ ആഗ്രഹിക്കുന്ന മികച്ച നാക് ഗ്രേഡുകളുള്ള അല്ലെങ്കിൽ NBA സ്കോറുകളുള്ള കോളേജുകൾ പലതും ഓട്ടോണമസ് ആണ്. ഇതൊന്നും യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെന്റ് ലിസ്റ്റിൽ ഉണ്ടാവാറില്ല. അതുകൊണ്ട് നിങ്ങൾ അത്തരം കോളേജുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതാത് കോളേജുകളുടെ വെബ്സൈറ്റിൽ പോവുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കുക, ആ കോളേജിലെ പ്രൊസീജിയർ എന്താണ് അത് ഫോളോ ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അഡ്മിഷൻ എന്ന് പറയുമ്പോൾ അതാത് കോളേജുകൾ നടത്തുന്നു എന്നിരുന്നാലും നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ രാജ്യത്തെ ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അഡ്മിഷൻ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, റിസർവേഷൻ കാര്യങ്ങൾ എല്ലാം തന്നെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള സുതാര്യമായ അഡ്മിഷൻ നടപടികളാണ് ആ കോളേജുകളിലും നടക്കുന്നത്. കാരണം അതിനുള്ള കേപ്പബിലിറ്റി അവർക്കുണ്ട് എന്ന് ഗവൺമെന്റിന് UGCക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ആ കോളേജിന് അങ്ങനെ ഒരു പദവി ലഭിച്ചിരിക്കുക. സോ ശ്രദ്ധിക്കുക, അതാത് കോളേജുകളുടെ വെബ്സൈറ്റ് മുഖേനയാണ് അഡ്മിഷൻ പോകുന്നത്. വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജിൽ നേരിട്ട് കോൺടാക്ട് ചെയ്യുക. അല്ലാതെ യൂണിവേഴ്സിറ്റിയുടെ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ് വെയിറ്റ് ചെയ്ത് ഓട്ടോണമസ് കോളേജിൽ പഠിക്കാനുള്ള അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്നാണ് അത്തരം കോളേജുകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും പറയാനായിട്ടുള്ളത്. കാര്യങ്ങൾ ക്ലിയർ ആയി നിങ്ങൾക്ക് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജുകൾ പലതും ഓട്ടോണമസ് കോളേജുകളാവും. നമ്മുടെ കേരളത്തിലെ ടോപ്പ് കോളേജുകളെല്ലാം തന്നെ ഓട്ടോണമസ് കോളേജ് കാറ്റഗറി വരുന്നതാണ്. അതുകൊണ്ട് ഇക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അറിയില്ലാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി ഷെയർ ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഡിഗ്രി അഡ്മിഷൻ വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ഒരു പ്ലാനൊക്കെ ഏറെക്കുറെ നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് ഒരേ സമയം തന്നെ പല സ്ഥലങ്ങളിലൊക്കെ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. പല കോളേജുകളിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാത് കോളേജുകളുടെ വെബ്സൈറ്റ് കയറി അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം സെൻട്രലൈസ്ഡ് ആയിട്ടല്ല കാര്യങ്ങൾ പോകുന്നത്. ആ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. PG ആണെങ്കിലും, നീ ഇപ്പോൾ ഡിഗ്രിയുടെ കാര്യം പറഞ്ഞു, PG ആണെങ്കിലും സെയിം രീതി തന്നെയാണ്. ഓട്ടോണമസ് കോളേജ് ആണെങ്കിൽ അതാത് കോളേജുകളുടെ വെബ്സൈറ്റ് മുഖേന അല്ലെങ്കിൽ കോളേജുകൾ തന്നെയാണ് അഡ്മിഷൻ പ്രൊസീജിയർ പൂർണ്ണമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കട്ടെ. നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ, ആഗ്രഹിക്കുന്ന കോളേജുകൾ പഠിക്കാൻ സാധിക്കട്ടെ, നല്ല ഒരു കരിയർ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എഡ്യൂക്കേഷൻ കണ്ടന്റ്സ്, ബുക്ക് റിവ്യൂസ്, അതോടൊപ്പം തന്നെ ടെക്നിക്കൽ വീഡിയോസ്, ജോലി സംബന്ധമായ കരിയർ റിലേറ്റഡ് അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ നൽകി വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക്, ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക്, വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി.